സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു CS റോക്കസ്. സുഖാന്ന് വിചാരിക്കുന്നു. നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ലൈക്കെങ്കിലും അടിക്കണേ. അപ്പൊ കാര്യത്തിലോട്ട് കിടക്കാം. അങ്ങനെ ഇന്നലത്തെ പ്രമോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാറ് ബിഗ് ബോസ് വീട്ടിലോട്ട് കയറി വരുന്നു. ആ കാറിന്റെ ഉള്ളിൽ ആരോ ഒരു ഹൗസ് മേറ്റ്സിലുള്ള പാരന്റ്സ് അല്ലെങ്കിൽ ഹൗസ് മേറ്റ്സ് കളിച്ചോണ്ട് ഹൗസ് മേറ്റ്സ് തേങ്ങ എനിക്ക് ഒന്നുകൂടെ പറയാം. ആ ബിഗ് ബോസ് വീട്ടിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികളുടെ വീട്ടുകാർ ഒരാൾ ഇന്ന് കാറിൽ വരുന്നുള്ള കാര്യം നമുക്ക് പ്രമോ കണ്ടപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ പ്രമോയിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ആരുടെ പാരന്റ്സ് ആണ് വരുന്നത് എന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ടാണ് ആ പ്രമോ വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ മാർക്കിനുള്ള ഉത്തരം എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ കാറിനകത്ത് ആരായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? ഇത്രയും പേരുണ്ട്. ഇത്രയും പേരിൽ ആരുടെ പാരന്റ്സ് ആണ് ആ കാറിനകത്ത് ഉണ്ടായിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഋഷി ചേട്ടന്റെയാണ്, രണ്ട് അൻസുബേദയാണ്. അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു അവരുടെ രണ്ടുപേരും പാരന്റ്സിനെ വിട്ടേക്കണത്. എന്തായാലും അവരുടെ പാരന്റ്സ് വന്നിട്ട് വെടിക്കെട്ടായുള്ള പരിപാടികൾ നടക്കാൻ ചാൻസ് ഉണ്ട്. ഋഷിയുടെ അമ്മ എന്തായാലും പറഞ്ഞു കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഋഷിനോട്. ഋഷി, നിന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞ് നീ കളിക്ക്, അല്ലാണ്ട് അവള് പറയണ കേട്ട് മാത്രം നീ കളിക്കല്ലേ. നീ അവള് പറയണതാണ്, അവളോട് ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് മാറ്റണം എന്ന് പറയാൻ ഒരുപാട് ചാൻസസ് ഉണ്ട്. അത് മാത്രമല്ല, അൻസുബേനോട് ചിലപ്പോ അൻസുബയുടെ പാരന്റ്സ് പറയാൻ ചാൻസ് ഉണ്ട്, നീ എന്തിനാ എപ്പോഴും വീട്ടിൽ പോകണം എന്ന് പറയണം, അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമല്ലേ. പിന്നെ നീ കുറച്ച് ആക്റ്റീവായിട്ട് ഗെയിം കളിക്കും, നീ ഭയങ്കര സൈലന്റ് ആയിട്ട് കളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കൊടുക്കാനും ചാൻസസ് കൂടുതലാണ്. എന്തായാലും നന്ദന നല്ല രീതിയിൽ കരഞ്ഞുകൊണ്ട് കാറിന്റെ അടുത്തോട്ട് ഓടിപ്പോകുന്ന ഒരു രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നന്ദനയ്ക്ക് അത്രമാത്രം അമ്മേനെ കാണാനുള്ള എന്തെന്നാ പറയാ, ഭയങ്കര കൊതി അല്ലെങ്കിൽ ആക്രാന്തം ഉണ്ട് അമ്മേനെ കാണാൻ വേണ്ടി. അതുകൊണ്ടാണ് നന്ദന കരഞ്ഞുകൊണ്ട് ബിഗ് ബോസ് കഥവ് തുറക്കും എന്നൊക്കെ പറഞ്ഞ് ഓടി കാറിന്റെ അടുത്തോട്ട് പോയിട്ട് കാറിന്റെ ഡോറൊക്കെ തുറന്നു നോക്കുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവരുടെ പാരന്റ്സ് അല്ല വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് ബാക്കി രണ്ടുപേരുടെ പാരന്റ്സ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാരന്റ്സ് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും എണീറ്റ് ചെല്ലാണ്ട് ആ ഡൈനിങ് ഹാളിൽ തന്നെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് ആ പ്രമോയിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് അഭിഷേകാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സായ് കിടക്കുന്നു. പാരന്റ്സ് ഒക്കെ വരുന്നുണ്ടോ? പാരന്റ്സ് മീറ്റിങ്ങിന് ഈ പ്രോസ് കാർഡൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടി പാരന്റ്സ് കൂട്ടിക്കൊണ്ട് നമ്മൾ ടീച്ചേഴ്സ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കൂ എന്ന് പേടിച്ചിട്ട് നിൽക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു സായിയുടെ തന്നെ ഞാൻ പറയുള്ളൂ കേട്ടോ. സായി തലയൊക്കെ വെച്ച് എന്റെ അമ്മോ കഴിഞ്ഞു ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതെന്താ അങ്ങനെ റിയാക്ഷൻ കൊടുത്ത് എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ സിജോ അതുപോലെ തന്നെ ഓടിച്ചെല്ലുന്നുണ്ട് കാറിന്റെ അടുത്തോട്ട്. പിന്നെ ബാക്കിയുള്ള ഋഷിയൊക്കെ മെല്ലെയാണ് നടന്നു വരുന്നത്. പക്ഷെ ഋഷിയുടെ പാരന്റ്സ് എന്ന് അറിയുമ്പോൾ ഋഷിയുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നൊക്കെ കണ്ടു തന്നെ അറിയാം. അപ്പോൾ അവരുടെ പാരന്റ്സ് എന്തായാലും ബിഗ് ബോസ് വീട്ടിലോട്ട് കയറുമല്ലോ. കയറി കഴിഞ്ഞിട്ട് അവിടെ എന്തൊക്കെ നടക്കുന്നു അതൊക്കെ ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അപ്ഡേറ്റ് ചെയ്യുന്നതുമായിരിക്കും. അപ്പൊ അതിനുവേണ്ടി മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, ഒരു ലൈക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും അടിക്കണേ. ബൈ ബൈ, സീ യു. പിന്നെ ലൈക്കിന്റെ കാര്യം മറക്കല്ലേ.